ചേട്ടാ ചേട്ടാ സാറിന് മണത്ത് നോക്കി മണത്തോക്ക് ഇപ്പൊ അരമണിക്കൂറായിട്ടുള്ളൂ കേട്ടോ മേടിച്ചിട്ട്. ഒന്നും വെയിറ്റ് ചെയ്യില്ല, വെയിറ്റിംഗ് ഒന്നുമില്ല. ഇതിനുള്ള ഉത്തരവാദിത്തം പുഴുവാണ് പുഴു. ഇപ്പൊ മേടിച്ചിട്ട് പോയിട്ട് അരമണിക്കൂറായിട്ടുള്ളൂ. എന്താ ഇതിന് ഉത്തരവാദിത്തം? നല്ലൊരു നടപടി. ഇതിന്റെ മാനേജറാണ്. ഇത് സാധനമുണ്ട്. നിങ്ങൾ ദൈവത്തെ ഓർത്ത് നിങ്ങൾക്ക് ഇത് മണത്ത് നോക്കി. എങ്ങനെയുണ്ട്? തോന്നില്ല. നോക്കോ, എന്നാലും ചീഞ്ഞ സാധനം കൊടുക്കാത്ത ചേട്ടന്. ചേട്ടന് മണം കിട്ടിയില്ലേ? ചേട്ടത് പക്ക. ചേട്ടൻ മണത്ത് നോക്കിയത് പുഴുവാണ് പുഴു. പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി മേടിച്ചാ. പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി. അവിടെ ഉണ്ടായ കംപ്ലൈന്റ് ഉണ്ടായോ? മാഡം ഇത് ചീഞ്ഞ സാധനമാണ് നിങ്ങൾ സെയിൽ ചെയ്യണേ. മാഡം മണത്ത് നോക്കിയത് ഒന്ന് കഴിച്ചു നോക്ക്. അങ്ങോട്ട് കൊണ്ടുവന്നില്ല സാധനം. ഞങ്ങൾക്ക് അകത്തേക്കും സാധനം തരില്ല. ഇതിന് തീരുമാനം ഉണ്ടാവും. ആൾക്കാർക്ക് ദൈവത്തെ ഓർത്ത് നിങ്ങൾ സാധനം മേടിക്കാണ്ടിരിക്കുക. നിങ്ങൾക്ക് ആരോഗ്യത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്രയ്ക്ക് മോശപ്പെട്ട സാധനമാണ് ഇവര് കൊടുക്കണം. മണത്ത് നോക്കുക. ആ ബില്ലെടുത്തടാ. ബില്ലെടുത്തേ. ബില്ലെടുത്തേ. ആർക്കും വേണമെങ്കിൽ നോക്കിക്കോട്ടോ. ഇപ്പൊ എടുത്ത ബില്ലാണ്. ഇപ്പൊ മേടിച്ചോണ്ട് ഛർദിക്കാൻ പിന്നെ മണത്തിട്ട് വേഷം കെട്ടി ഇറക്കണേ. എന്തോ ഒരു മിനിറ്റ്. ഇത് തിന്ന് ചത്തുപോയ ആര് സമാനം പറയും? നിങ്ങൾ സമാനം പറയോ? അല്ല, ഇതിന്റെ ആൾക്കാരെ വിളിക്കും. നിങ്ങൾ ഇതിന്റെ ആൾക്കാരെ വിളിക്കും. ഇവിടെ കച്ചവടം ചെയ്യാൻ പറ്റില്ല. അല്ലാണ്ട് ഇവിടെ കച്ചവടം നടക്കൂല. മയിരുണ്ടാക്കണം ഇവിടെ. ഇവിടെ കച്ചവടം നടക്കൂല. ഇവിടെ അതാണ് മീഡിയനാണ് വിളിക്കുന്നു. വിളിച്ചോളാം. ഇല്ല, അത്രയും വരെ പോകണ്ട. നിൽക്കും പിള്ളേര് പ്രത്യേകിച്ച് നാളെ രാവിലെ മസ്കറ്റിൽ പോകുന്ന ചേച്ചിയുടെ കൊച്ചിന് കൊടുക്കും അതുപോലെ മേടിച്ച്. ചേച്ചി ഇത് മണത്ത് നോക്കി. ചേച്ചി ചീഞ്ഞ പുഴുത്ത സാധനം. ഇത് മണത്ത് നോക്കിയേ. ഇത് മണത്ത് നോക്കിയത്. മണത്ത് ഒന്നോടെ നോക്ക്. ഒന്ന് മൂക്കോത്തര എന്തേ? അപ്പൊ ഞങ്ങൾ ചെയ്തത് കഴിക്കണോ? ഞങ്ങൾ ചീഞ്ഞ ചിക്കൻ കഴിക്കണോ? ഇരിക്കുന്ന സാധനമൊക്കെ മുഴുവൻ കുടിച്ചു കുടിക്കോട്ടെ. അല്ലെങ്കിൽ ഞങ്ങൾ പെട്രോൾ പോലും ഒഴിക്കാൻ മതി. അപ്പൊ കാര്യം ഞാൻ പറഞ്ഞേക്കാം. സാധനം സെയിൽ ചെയ്യാൻ പറ്റില്ല അവിടെ. നിങ്ങൾ ആരും മേടിക്കില്ല ഇവിടെ. ആരെ കഴിക്കണ നമുക്കുണ്ടെ കൊടുത്ത പണിയല്ലേ? ഇവിടുന്ന് സ്വിഗ്ഗിന്ന് തന്നെ ആള് ഇവിടെ തന്നെ. സ്വിഗ്ഗിന്ന് ഇവിടെ തന്നാ അപ്പൊ ഞങ്ങക്ക് ഇത് ഏറ്റവും വലിയ പിള്ളേര്. അത് ഇവന്റെ ചേട്ടന്റെ പിള്ളേര് നാളെ മസ്കറ്റിന് പോവാ. 3 പിള്ളേര്. അവർക്ക് വേണ്ടി മേടിച്ച് അവർ ഈ ചീഞ്ഞ സാധനം കഴിച്ചോണ്ടിരിക്കാന്നേ. ഞങ്ങൾക്ക് അടുത്തേക്കടെ പോയപ്പോ ചീഞ്ഞ മണം കിട്ടിയിട്ട് ഞങ്ങൾ പോയി മണത്ത് നോക്കിയതാ. പിള്ളേർക്കറിയോ പിള്ളേര് ചീഞ്ഞത് കഴിച്ചോണ്ടിരിക്കണം. ഞങ്ങള് പിള്ളേർക്ക് വേണ്ടി മേടിച്ചു. ഞങ്ങൾ പുറത്ത് വേറെ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് പാസ് ചെയ്തേക്കും ഭയങ്കര ചീഞ്ഞ മണം വരുന്നുണ്ട്. കാക്കനാട് ചിറ്റേത്തറയിലുള്ള KFCയുടെ ഷോറൂമാണത്. മറ്റേ ഭക്ഷണം കൊടുക്കുന്നത്. വെറും ചീഞ്ഞ സാധനം അവിടെ കൊടുത്തോണ്ടിരിക്കും. ഒരു മനുഷ്യൻ തിന്നത്തിട്ട് അവിടെ. എന്റെ പൊന്നി ചേട്ടാ പിന്നെ കമത്തി കളട്ടാ. കൊള്ളാത്ത സാധനം തന്നെ. ചേട്ടൻ മണത്ത് നോക്കി അത് കഴിക്കും. ചീഞ്ഞാണോ? പുഴുവില്ല. പുഴുവില്ല. ചീഞ്ഞല്ല ചേട്ടാ. ഞങ്ങൾ പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. തിരിച്ചു കൊടുക്കാനോ? ഏത് പൈസ? അത് മാത്രമല്ല, ഇതിന് എന്ത് നടപടി? പൈസ മാത്രമല്ല ചേച്ചിയുടെ കാര്യം. ചേച്ചി ഇവിടുത്തെ ഒരാൾ മരിച്ചു പോയാൽ ആര് സമ്മാനം പറയും? ചേച്ചി ഇവിടെ ഒരാള് ഈ കഴിച്ച ഒരാൾ മരിച്ച ആര് സമ്മാനം പറയും? ഈ തന്ന 700 800 തീരുമോ? ഈ സാധനം നിങ്ങൾക്ക് തരില്ല.
ഈ സാധനം തരില്ല, ഈ സാധനം തരില്ല. തന്നു കഴിഞ്ഞാൽ ശരിയാവൂല. ഇത് തെളിവുണ്ട് കേട്ടോ, എല്ലാത്തിനും തെളിവുണ്ട്. അന്നത്തെ നമ്മൾ തിന്നണോ? കുട്ടികൾ ഉൾപ്പെടെ തിന്നണോ? എന്താ മോളെ ഈ പറഞ്ഞ റിമൂവ് ചെയ്യാനോ? എത്ര ആൾക്കാർക്ക് ഇപ്പൊ കൊടുത്തു? അപ്പൊ ഈ നിങ്ങൾ എന്ത് ബുൾഷിറ്റ് വർത്താനം പറഞ്ഞു? ഈ സാധനം എന്റെ പിള്ളേര് കഴിച്ചാൽ നീ സമാധാനം പറയോ? നീ സമാധാനം പറയോ? നീയല്ല പിന്നെ എന്റെ ആൾക്കാരെ വിളിക്കണ നീ. ഇവിടുത്തെ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. നിങ്ങളുടെ വേണ്ട ഇത് ഏറ്റവും വലിയ ആളെ വിളിക്കും. ഞങ്ങൾ ഈ കാക്കനോടുള്ളവരാ. ഇപ്പൊ ഒന്ന് വിളിച്ചപ്പോ അവിടെ മുട്ട പേരിപ്പം പോലും ആൾക്കാരെ കൂട്ടണോ അവിടെ? ആൾക്കാരെ കൂട്ടണോ അവിടെ? അല്ല ഇവിടുത്തെ വേറെ മാനേജർമാരാരുമില്ലേ? വിളിക്കെല്ലാരും വിളിക്കുക. അല്ലെങ്കിൽ വലിയ വിഷയം ഉണ്ടാവും അവിടെ. കോപ്പ എല്ലാം കൂടെ തല്ലിപ്പൊളിച്ച് കത്തിച്ചോട്ടെ. ഞങ്ങൾ കാര്യം ഞാൻ പറയാം. വേഷം കെട്ട് കാണിക്കരുത് ഇവിടെ. അകത്തേക്ക് കേറും. അലക്സ് ആ സാധനം കൊടുക്കരുതില്ല. അത് അതിൽ വെച്ചോ. പിള്ളേരെ കഴിച്ചേക്കാം. അതൊന്നും പ്രശ്നമില്ല. ആരാ വന്നെ? നിങ്ങൾക്ക് കഴിച്ചത് ചീത്തയായിരുന്നോ? കാക്കനാട് ചിറ്റേത്തേരയിലുള്ള KFC മാക്സിന്റെ തൊട്ട് താഴെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള KFCയുടെ ഷോപ്പാണിത്. ഇവിടെ നിന്ന് മേടിച്ച സാധനം ചീഞ്ഞ സാധനമാണ്, പുഴുവിനരിക്കുന്ന സാധനമാണ്. അതിന്റെ വീഡിയോ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുക. ഐസ്ക്രീം കഴിച്ചിട്ട് ഉണ്ടായിരുന്നോ?